രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ട് റദ്ദ് ചെയ്ത് പുനരന്വേഷണം നടത്താൻ ഗവൺമെന്റ് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് കേരള യൂത്ത് ഫ്രണ്ട് എം ആവശ്യപ്പെട്ടു. രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കോതമംഗലം നിയോജക മണ്ഡലത്തിലെ കീരമ്പാറ, കവളങ്ങാട്, നേര്യമംഗലം എന്നീ പഞ്ചായത്തുകളിലെ സാധാരണ ജനങ്ങൾക്ക് വസ്തു വിൽക്കുന്നതിനോ കുട്ടികൾക്ക് പഠന വായ്പ ലഭിക്കുന്നതിനോ ഉൾപ്പെടെ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാൻ റവന്യൂ വകുപ്പ് ഉടൻ നടപടികൾ സ്വീകരിക്കണമെന്ന് കോതമംഗലത്ത് വെച്ച് നടന്ന കേരള യൂത്ത് ഫ്രണ്ട് എം എറണാകുളം ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. അനുദിനം വർദ്ധിച്ചുവരുന്ന വന്യജീവികളുടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വനം വകുപ്പ് അടിയന്തര നടപടികൾ കൈക്കൊള്ളുവാനും RRT ഗ്രൂപ്പിനെ നിലവിൽ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിയമിക്കുന്നതിനും ആവശ്യമായ സ്ഥലങ്ങളിൽ ട്രഞ്ചും ഹാങ്ങിംഗ് ഫെൻസിംഗും സ്ഥാപിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അലക്സ് കോഴിമല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് ഫ്രണ്ട് എം ജില്ലാ പ്രസിഡന്റ് ജോജസ് ജോസ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന പ്രസിഡന്റ് സിറിയക് ചാഴിക്കാടൻ, ജോയി നടുക്കുടി, TA ഡേവിസ്, NC ചെറിയാൻ, സാജൻ തൊടുക, ജിജോ ജോസഫ്, പോൾ മുണ്ടക്കൽ, റോണി വലിയവീട്ടിൽ, ബൈജു വർഗീസ്, മജു പോക്കാട്ട്, സിജോ കൊട്ടാരത്തിൽ എന്നിവർ പ്രസംഗിച്ചു. KCV ന്യൂസ്, കോതമംഗലം.